അജേടാ നമസ്കാരം. എന്താ പരിപാടി? നമ്മുടെ എക്കോത്രയിൽ നിന്ന് പോട്ടി മിക്സ് ഉപയോഗിച്ചേ പ്രാവശ്യം കുറച്ച് കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി ഒക്കെയാണ് നട്ടു വെച്ചേക്കണേ. അപ്പൊ രാവിലെ വൈകുന്നേരം ഇവരുടെ കൂടെ ഒന്ന് വരണം. ഉടുക്കൾ വല്ലതും മണ്ണിന്റെ കൈയോടെ പിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാച്ചിട്ടുണ്ടോ? ബ്രൊക്കോളി ഒരെണ്ണത്തില് തുടങ്ങി. ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യണേ. ഇതെങ്ങനെ അതിന്റെ സൈഡിലൊക്കെ ബ്രാഞ്ച് ഒക്കെ പൊട്ടുണ്ട്. അതിന് കൂടുതൽ ഇതുണ്ടാവുമെന്ന് എങ്ങനെയൊന്നും അറിയില്ല. ഇത് 14 ഇഞ്ചിന്റെ ചട്ടിയാണ്. ഞാൻ ഇതിനകത്ത് ഈ കരിമ്പിഞ്ചണ്ടി വാഴപ്പോളയൊക്കെ അടിയിൽ കൂടി ഇട്ടിട്ടാണ് ഇത് വെച്ചേക്കണേ. ഒരു 1-2 കിലോ മീഡിയമാണ് ഉപയോഗിച്ചേക്കുന്നത്. ബാക്കി ചട്ടിക്ക് അടിയിൽ കരികിലകളാണ്, വാഴപ്പിണ്ടിയൊക്കെയാണ്. ഇതൊരു ഇഷ്ടം പോലെ കാ കിട്ടി. ഇതിപ്പോ ഏതാണ്ട് തീരാറായതാ, അവസാന സ്റ്റേജായി. ഇപ്പൊ ഒരു കാ ഉണ്ടായി തുടങ്ങിയിട്ട് ഇപ്പം വരച്ചു തുടങ്ങിയിട്ട് 1 മാസമായി. കുക്കുംബർ അല്ലേ? കഴിച്ചിട്ടുണ്ടോ? നല്ല ഫ്രഷ് അടിപൊളി 10 ഇഞ്ചിന്റെ ഫോട്ടോ ഇരിക്കണേ. ഇതിനകത്ത് നമ്മൾ ഒരു 2 കിലോയൊക്കെ മിശ്രിതം ഉപയോഗിച്ചിട്ടുണ്ട്. കൂർക്ക അല്ലേ? കൂർക്ക. ഇത് പല ഘട്ടത്തിലായിട്ട്. പക്ഷെ ഇതിനകത്ത് നിന്ന് നമുക്കൊരു 2 കിലോ കൂർക്ക ഉറപ്പായിട്ട് കിട്ടുമല്ലേ? നട്ടിട്ട് ഇപ്പോൾ 1.5 മാസമായി. ആദ്യമേ ഞാൻ 6 ഇഞ്ച് ബോട്ടിൽ വളർത്തി 1 മാസം. അത് കഴിഞ്ഞ് 8 ഇഞ്ച് ബോട്ടിൽ വളർത്തി. അത് കഴിഞ്ഞിട്ട് മണ്ണിൽ വെച്ചിട്ട് ഇപ്പം 1.5 മാസം പ്രായമായി. അപ്പൊ തൈ മേടിച്ചിട്ട് ഇതേപോലെ ചെയ്യാവുന്ന അങ്ങനെ നേരിട്ട് മണ്ണ് വയ്ക്കുന്നതിനേക്കാളും നല്ലതാണ്. ഞാനിപ്പോൾ ചെടിയൊക്കെ നടാൻ നേരത്ത് പുതിയ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ ഇതിനകത്ത് എക്കോത്രയിൽ നടുവാണെങ്കിൽ അതിൻ്റെ മീഡിയത്തിൻ്റെ അളവ് ചുരുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്ന പണിയാണ്. കരികിലുണ്ട്, കരികിലിടും. കരികിലകൾ ധാരാളം ഒരു പകുതി എങ്കിലും ആക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വാഴയുടെയൊക്കെ പോളയുണ്ടല്ലോ, വാഴയുടെ പിണ്ടി കിട്ടിയാലും അതും എടുത്തിടും. ഇതിങ്ങനെ വാഴയുടെ പോളയാ, ചീഞ്ഞു പോയതാ. അതിനെയൊക്കെ എടുത്ത് ഞങ്ങൾ ഇതിനകത്തേക്ക് ആക്കും. ചുരുട്ടിയിട്ട് അതൊക്കെ അടിയിൽ കിടന്ന് ചെയ്യുകയും ചെയ്യും. വളമായിക്കോളും. ചട്ടി ഇങ്ങനെ പൊങ്ങി വരികയും ചെയ്യും. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു ചെടി വെച്ച് കാണിച്ചു തരാം. 1/2 കിലോ അടിയിലിട്ടു. 1/2 കിലോ അല്ലേ? ഇതിപ്പോ ചെടി പൊങ്ങി വന്നല്ലോ. എന്തായാലും ചെടി കുഴിക്കകത്ത് ഒതുങ്ങിയിരിക്കും. 2 കിലോണ് നിറച്ചേക്കണം അല്ലേ? 2,250. ഇതിന് പിന്നീട് കുറേശ്ശെ ചെടി വളർന്നു വരുമ്പോൾ ചിലപ്പോൾ കരിയിലേക്ക് ഇരുന്ന് കൊടുക്കും. അന്നേരത്തേക്ക് ചെടി പൊങ്ങിയും വരും. അപ്പൊ ചെടിക്ക് എയറേഷൻ കിട്ടുകയും ചെയ്യും. മറ്റേ ചെടിക്ക് താന്ന് പോയി മുകളിൽ വേരുകൾ വരുമ്പോൾ ഇത് തന്നെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ അല്ലെങ്കിൽ കരികിലിട്ട് കൊടുക്കാം. ചാണം എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ കരികിലിട്ട് കഴിഞ്ഞാൽ ഈ മിശ്രം കൂടി അത് പൊടിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. കരിമുണ്ടയാണ്. അടുത്ത വർഷം നമ്മൾക്ക് അവിടെ വരെ പോയി കഴിഞ്ഞാൽ നിറച്ച് പൊട്ടി ഇതുണ്ടാവും. ടെറസിന്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു 10-25 എണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ആദായം കിട്ടും. അതിപ്പം ആദായത്തിനല്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് പച്ചക്കുരുകളായിട്ടും പറിച്ചെടുക്കാം. അവനവന്റെ ആവശ്യത്തിന് സ്വയം ഉണ്ടാക്കാം. ആണല്ലേ? സുഖമാണ്. ഇതിന് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്ല് വെച്ചേക്കണേ. അടിയിൽ ഞാൻ കല്ലിട്ടില്ല. മറ്റു ചിലയിടത്തൊക്കെ ഞാൻ കല്ല് അടിയിലൊക്കെ ഇട്ടിട്ടാ ചെയ്തത്. ഇതും 14 ഇഞ്ച് ചട്ടി അല്ലേ? 14 ഇഞ്ച് ചട്ടി. എത്ര മീഡിയം? ഒരു 5 കിലോ ഒക്കെ വേണ്ടി വന്നു. 5 കിലോ നിറച്ചിട്ടുണ്ടല്ലേ? ഇവിടെ ഇത് തിരിയൊക്കെ വന്നായിരുന്നു. വന്നല്ലേ? വന്നു. ഇപ്പൊ ഇത് 2-2.5 കിലോ ഒക്കെ മീഡിയം ഉപയോഗിച്ചിട്ടുണ്ടാവും. നിറയെ കാ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എക്കോത്ര മീഡിയം പാക്കിംഗ് സ്റ്റൈലാണ്. ഇപ്പം 25 കിലോ പാക്കിങ്ങിനാണ് കൂടുതൽ ആളുകൾക്ക് അയച്ചു പോകുന്നതെല്ലാം 25 കിലോ ബാഗുകളാണ്. അയച്ചാൽ മിനിമം KRSനൊക്കെ പാഴ്സൽ അയക്കുമ്പം 10 കിലോ അയച്ചാലും 25 കിലോ അയച്ചാലും മിനിമം പാഴ്സൽ ചാർജ് 200 രൂപ. അപ്പോൾ ആളുകൾക്ക് 200 രൂപ അടുത്ത് 25 കിലോ പാഴ്സൽ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വില 25 കിലോയ്ക്ക് 1,100 രൂപയാണ്. 1,100 രൂപ പാഴ്സൽ ചാർജ് ഉൾപ്പെടെ ഉള്ള നിരക്ക് കേട്ടോ. ഒരു മാസമായി ആളുകൾ എന്നോട് ചോദിക്കാറില്ലായിരുന്നു ഇതിനകത്ത് ബൊഗൈൻവില്ല വളരുമോ. ഞാനതിനകത്ത് മണ്ണൊക്കെ കഴുകി കളഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഒരു 1-1.5 കിലോ ഇട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇപ്പം ഇന്നലെ മഴ നനഞ്ഞിരുന്ന സാധനം. ഇതിൻ്റെ വേരുപടലമൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി ആയിട്ടില്ല. ഇതാണ്. ഇത് നമ്മുടെ മീഡിയത്തിൽ തന്നെ എക്കോത്ര മീഡിയത്തിൽ തന്നെ നട്ടു വെച്ചിരിക്കുന്ന ഒരു ഷമാമാണ്. ഇത് സിമെന്റ് പോട്ടിനകത്താണ് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഷമാം ചെയ്യണത്. ഒരു 3-4 നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലും വെച്ചിട്ടുണ്ട്. ഇതിന് അടിയിൽ ഞാൻ കുറച്ച് ഇലയൊക്കെ ഇട്ടിട്ടാട്ടോ ചെയ്തേക്കണേ. ഒരു 2 കിലോ മീഡിയങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് മിനിമം. കാശ് തുടങ്ങി 5 കിലോളം മീഡിയം ഇട്ടിട്ടുണ്ട്. മുന്തിരി ആയതുകൊണ്ട് ഇപ്പൊ ഒരു ഓഗസ്റ്റ് മാസം വെച്ചാ ഉടന്ന് കയറി തുറായി മുന്തിരി അല്ലേ? മുന്തിരി ചട്ടിക്കകത്ത് തന്നെ എങ്ങനെയുണ്ടെന്ന് പരീക്ഷിക്കാം. ആളുകൾ സ്ഥിരമായിട്ടാണ് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇതിനകത്ത് മല്ലി കിളുക്കുമെന്ന്. എല്ലാ ആഴ്ചയിലും വീട്ടുകളിൽ ഇങ്ങനെ മല്ലി വിത്ത് പാകിക്കൊണ്ടിരുന്നാൽ മതി. നമ്മുടെ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും ഇത്. ഏറ്റവും എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം. വീടിന്റെ ജനല വെച്ചാൽ പോലും മതി. 1 കിലോ മീഡിയം ഉപയോഗിച്ച് നട്ട് വെച്ചേക്കണ പയറുകളാണ്. ഇത് അത്രയ്ക്ക് കനം കുറച്ചാ ചെയ്ത് വെച്ചേക്കണേ. ഇത്രേ ഉള്ളൂ കനം. പക്ഷെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ടെറസിന് മുകളിലൊക്കെ വയ്ക്കാൻ ഇത്ര വശം മതി. പയറിന് കുറച്ച് മതി. വെള്ളം കൊടുക്കാം. എന്തെങ്കിലും ഇലവളം തളിച്ചു കൊടുത്താൽ മതി. സുഖമായിട്ടുണ്ടാവും. ഇതിനകത്ത് പക്ഷെ ഞാൻ കുറച്ച് അടിയിൽ കുറച്ച് കരികിലേക്ക് ഇട്ട് പൊക്കിയതാ. വീഡിയോ ഒക്കെ അത്ര തന്നെ. കുറ്റിപ്പയർ? കുറ്റിപ്പയർ
ചെറിയ ഹൈബ്രിഡ് തൈ വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ വെച്ച് പിടിപ്പിച്ചെടുത്താണ്. ഇപ്പോൾ പൂ ഉണ്ടായി വന്നു തുടങ്ങി. ഇതൊക്കെ ഞാൻ 2 എണ്ണം ഒരു കളറ് ഒരു ചട്ടിയിലേക്ക് ആക്കി വെച്ചേക്കുക. ഇത് 2 കളർ ചേർത്ത്. പിറ്റൂണിയ ഇത് വെയിലടിക്കണം, നല്ല മഴ ഒത്തിരി ഉണ്ടാ ചിഞ്ഞു പോകും. അല്ല ഇങ്ങനെ സൈഡിൽ വെച്ചേക്കണമെന്നേ ഉള്ളൂ. പല കളറുണ്ട്. ഹാങ്ങിങ് വിങ്ക, ഇത് ഹാങ്ങിങ് പോട്ടില്ലാത്തായിരുന്നു നോക്കിയിട്ട് ഇങ്ങനെ വെച്ചോണ്ട് ഇനി അങ്ങനെ തുറന്ന് കിടക്കണം. റോസൊക്കെ അടിപൊളിയായിട്ട് വന്നു. ഇതൊരു 2 കിലോ വരെ മാക്സിമം ഉപയോഗിച്ചുള്ളൂ. കിലോ പേരാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. പക്ഷെ ഇതിനകത്ത് ഇതുവരെ കായൊന്നും ആയില്ല. പക്ഷെ ഇത് ഇതിനകത്ത് തന്നെ നട്ട് വെച്ചേക്കണം, നമുക്കെടുത്ത് പൊക്കാവുന്നുള്ളൂ. സീഡ്ലെസ് നാരകമാണല്ലേ? ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം നനഞ്ഞിട്ട് ഇതിൽ ഒരു 10 അതെ നാരക ഉണ്ടായിട്ടുണ്ട്. കേട്ടോ, ഇത് പഴുക്കാറായോ? അല്ലേ, പഴുക്കാറായി തോന്നുന്നു അല്ലേ? അതെ. നോക്കി വെക്കണം. പിന്നെ 2, 3, 4, 5, 6 ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം എനിക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് 4 കിലോ ഒക്കെ കിട്ടിയല്ലേ? ഇതിപ്പോ എത്ര മീഡിയം ഉണ്ടാവും? ഇതെല്ലാം കൂടെ 10 കിലോ കാണാമായിരിക്കും. കല്ലും മണ്ണും എല്ലാം കൂടെ. അടിയിൽ മണ്ണ് കിട്ടല്ലേ? അടിയിൽ നമ്മൾ കല്ലും മണ്ണെല്ലാം കൂടെ കുറച്ച് കാര്യം. ഇപ്പം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കില്ലേ, ചെറിയ ഇത്തരം കുറ്റിയായിട്ട് നിൽക്കണേ, ഇതിനൊക്കെ 1 കിലോ മതി മീഡിയം. അത് പക്ഷെ ഒത്തിരി അടിയിൽ കിട സാധനം കരികിലേക്ക് ഇട്ട് വയ്ക്കാം. 1 കിലോ കൊണ്ട് ഈ സാധനം നിന്നോളും, നല്ല ഭംഗിയായിട്ട് നിന്നോളും. നമ്മുടെ പോട്ടിംഗ് മിക്സിൽ നല്ല അളവിൽ ചാണകം ചേരുന്നുണ്ട്. ഈ ചാണകം ഞങ്ങൾ വാങ്ങിച്ച് കൂട്ടിയിട്ട് ഈ കമ്പോസ്റ്റിങ്ങിന് ഇട്ടേക്കുവാണ്, മട തന്നെ ഇട്ടേക്കുവാണ്. എത്ര മാസം ഇങ്ങനെ ഇടും? 1 വർഷം. 1 വർഷം ഇടും അല്ലേ? കഴിഞ്ഞ ഫെബ്രുവരി മാർച്ചിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നിടും അല്ലേ? എന്നിട്ട് അടുത്ത ഫെബ്രുവരി ജനുവരി ആകുമ്പോൾ ഇത് അരിക്കാൻ പാകത്തിനാവുള്ളൂ. പച്ച ചാണകം അല്ലേ? അതിന് പ്രാവശ്യം ഇളക്കിയതാ. ഇളക്കും. ഇതിപ്പം പടുതെടുത്ത് മാറ്റും. വലിയ മഴ വന്നാൽ പടുത്തിട്ട് മൂടും. നനവ് ഉണങ്ങിപ്പോയിരിക്കും, ഇടയ്ക്ക് വെള്ളം തളിക്കും. അങ്ങനെ പരുവപ്പെടുത്തി ഇത് എടുക്കാൻ പറ്റും. ഇത് ചകിരിച്ചോറ് നമ്മൾ കമ്പോസ്റ്റിങ്ങിന് ഇട്ടേക്കുവാണ്. ഇതിപ്പോ ഏതാണ്ട് ഒരു 2 മാസം മുകളിലായി. ഇപ്പം മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്, നനയ്ക്കണ്ട. നമ്മൾ നനച്ചു കൊടുത്തോണ്ടിരിക്കും. കമ്പോസ്റ്റ് ആവാൻ വേണ്ടി ഇട്ടേക്കണേ? കമ്പോസ്റ്റിംഗ് പ്രക്രിയ ഇട്ടേക്കുവാണ്. കയർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്കരിക്കുന്നത്. അതിന് എന്നിട്ട് നല്ല ഫോമിലാക്കി എടുക്കും. ഇതിന്റെ pH 6:30 7:30 ഇടയ്ക്ക് ലെവലിൽ കൊടുക്കും. എന്നിട്ട് ആ സാധനത്തിന്റെ കൂടെ ഈ കവുളങ്ങും മിക്സ് ചെയ്യും. കവുളങ്ങും നല്ല രീതി കമ്പോസ്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നന്നായിട്ട് നമുക്ക് ഇത് അരിച്ച് നല്ല പൊടിയായിട്ട് കിട്ടണം. മെഷീനകത്തൂടെ പോകുമ്പോഴേ, വരയ്ക്കകത്തൂടെ പോകുമ്പോൾ ഒട്ടും തിരങ്ങില്ലാതെ തന്നെ ആ പരുവത്തിലാക്കി എടുക്കണം. മണമില്ലാത്ത കണ്ടീഷൻ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടത്തോട് പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ആ മുട്ടത്തോടും പിന്നെ പിണ്ണാക്ക്, ഇത്ര സാധനം തമ്മിൽ മിക്സ് ചെയ്തെടുക്കുവാണ്. ലൈസൻസ് ഉള്ള പ്രൊഡക്റ്റ് ആണല്ലോ? അതെ. കൃഷി വകുപ്പ് ഇതെല്ലാം പരിശോധിച്ച് ലൈസൻസ് തന്നേക്കണം. ഈ ലൈസൻസ് ഉള്ള ഏക പ്രൊഡക്റ്റും എന്റേതാണ്. കൃഷി വകുപ്പിന്റെ അംഗീകാരമുള്ളത് ഒരു ഗ്രോവിംഗ് മീഡിയ. ബാക്കി പലരും മണ്ണ് ചേർത്തിട്ട് വില കുറച്ച് കൊടുക്കുന്നുണ്ട്. മണ്ണ് ചേർത്താൽ ലൈസൻസ് കിട്ടില്ല. മണ്ണും മണലും ചേർക്കും. മണ്ണും മണലും ചേർത്തിട്ട് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാം. അത് പരമ്പരാഗത ശൈലിയാണ്. അതിന് ഭാരം ഉണ്ടാവും, ഇതിന് ഭാരമില്ല. പിന്നെ ഇതിന് pH കറക്റ്റ് ആയിരിക്കും, ചെടി നന്നായിട്ട് വളരും. ഉത്തരവാദിത്തമുണ്ട്. 2 ആഴ്ചത്തേക്ക് വേറെ വളങ്ങളൊന്നും വേണ്ട? 2 ആഴ്ചത്തേക്ക് വേണ്ട. 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വളം കൊടുക്കണം, തീർച്ചയായിട്ടും വളം കൊടുക്കണം. വളം കൊടുത്തില്ല ചെടിക്ക് മഞ്ഞപ്പൊക്കെ ഉണ്ടാവും, വളരില്ല. ഇപ്പൊ ഫാക്ടംബോസ് ഇത്ര ഇടും, കുറച്ചിട്ടാ മതി. അത് തീർച്ചയായിട്ടും ഇടാവുള്ളൂ. ഒരു ചെടിക്ക് എത്ര ആവശ്യമുള്ളൂ. അത് ആഴ്ചയിൽ 1 വെച്ച് കൊടുക്കാക്കും. 2 ആഴ്ച കഴിയുമ്പോ അല്ലേ? 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വളപ്രയോഗം കൊടുക്കാം. ആഴ്ചയിൽ ഒരിക്കലും. അത് വൈകുന്നേരങ്ങളിലാണ് നല്ലത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് ഈ മിശ്രിതം കൊണ്ട് അതിനൊന്ന് കവർ ചെയ്യണം. എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കണം. വൈകുന്നേരങ്ങളിലാണ് ചെയ്യാൻ നല്ലത്. അല്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് പൂക്കുമല്ലോ? പൂത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? ഈ ഫാക്ടംബോസിന്റെ അളവ് ചുരുക്കുക. പൊട്ടാഷ് എന്ന് പറഞ്ഞ വളം ചേർക്കണം. പൊട്ടാഷ് 2 തരത്തിൽ ചെയ്യാം. SOP ഉണ്ട് അല്ലെ? SOP എന്ന് പറഞ്ഞു വരും, മറ്റേ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം തരും. അത് അങ്ങനെ പൗഡർ രൂപത്തിൽ കിട്ടും. അതിന് വില കുറവാണ്. അപ്പൊ പൊട്ടാഷ് ഫോളിയർ ആയിട്ട് കൊടുക്കുക അല്ലെ? 1 ലിറ്ററിന് എത്ര ചേർക്കണം? 1 ലിറ്ററിന് 2 ഗ്രാം. 2 ഗ്രാം. 1 ലിറ്ററിന് 2 ഗ്രാം എന്നുള്ള രീതിയിൽ കായ്ക്കുകയും പൂക്കുകയും ചെയ്യുമ്പോൾ അടിച്ചു കൊടുക്കുക അല്ലെ? കായ്ക്കുന്ന സ്റ്റേജിലേക്ക് വരുമ്പോൾ അടിച്ചു കൊടുത്താൽ പൊട്ടാഷ്യം അത് ഇലയുടെ അടിയിൽ അടിക്കണം. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ സ്പ്രേ ചെയ്താൽ നല്ല വിളവ് കിട്ടും. ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തേക്കാളും ഡിമാൻഡ് കൂടി കഴിഞ്ഞപ്പോൾ പണിക്കാരെ കൂട്ടേണ്ട വന്നു. അതുപോലെ തന്നെ മുട്ടത്തോട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോഡൗൺ, ഉണ്ടാക്കി വെച്ച സാധനം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോഡൗൺ. അപ്പോൾ എനിക്ക് വാടക ഇനത്തിലൊക്കെ കൂടുതൽ ചിലവ് വരുന്നു. പിന്നെ പെടാവുന്ന സാധനം ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് പണിക്കാരെ എല്ലാം ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവരണം. പെണ്ണുങ്ങൾക്കൊക്കെ ശമ്പളം കൂട്ടി. അതിൻ്റെയൊക്കെ കാരണത്താലാണ് വില കൂട്ടിയത്. പിന്നെ 1100 രൂപയ്ക്ക് അവർക്കൊരു പാഴ്സൽ ചാർജ് ഉൾപ്പെടെ 44 രൂപ എന്ന് പറഞ്ഞാൽ പാഴ്സൽ ചാർജ് ഉൾപ്പെടെ അവർക്ക് ലഭിക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന ഒരുമാതിരി സ്ഥലത്തൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പാഴ്സൽ ചാർജ് ഉൾപ്പെടെ വരുന്നൊരു സംഖ്യയാണത്. അത് വലിയ കൂടുതലായിട്ടൊന്നും ആരും പരാതി പറയാറില്ല. വാങ്ങിച്ച ആളുകൾ തന്നെയാണ് വീണ്ടും വാങ്ങിക്കുന്നത്.
അവരാണിലാണ് എനിക്ക് വിശ്വാസം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉത്തരവാദിത്തത്തോടെ കൃത്യമായിട്ട് ഇതിൻ്റെ ജോലി ചെയ്യുന്നു.